അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്യൂച്ചർ ബീറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ട്യൂട്ടോറിയലല്ല, ഇന്ന് കുറച്ച് ഷോർട്ട് കട്ടുകളാണ്. നമ്മൾ ഈ മെയിനായിട്ട് ഇപ്പോൾ HTML കഴിഞ്ഞ്, അപ്പോൾ HTML കുറച്ച് ഷോർട്ട് കട്ടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല നല്ല നമുക്ക് വേഗം തന്നെ കോഡിങ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ഷോർട്ട് കട്ടുകൾ നമുക്ക് HTML ൻ്റെ അകത്തുണ്ട്. അത് ഏറ്റവും ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞാൽ ബാക്കി ചാനലിൻ്റെ അതിൽ ഇത് ചെയ്തു പോകുന്നതേ അവരിടുന്നുള്ളൂ. ഈ ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഡിബ് ക്രിയേറ്റ് ചെയ്യാനും ലിസ്റ്റ് ആയാലും ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും എല്ലാം ടൈപ്പ് ചെയ്യണതിൻ്റെ ടൈപ്പിംഗ് ടൈം നമുക്ക് കുറയ്ക്കാം ആ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ടുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിന് മുമ്പേ അതുപോലെ തന്നെ ഫ്യൂച്ചർ ബീറ്റിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അത് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ ആർക്കെങ്കിലും പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ബിസിനസ് ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി അതിൻ്റെയൊക്കെ വെബ്സൈറ്റുകൾ അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഡൈനാമിക് വെബ്സൈറ്റ് ആയാലും സ്റ്റാറ്റിക് വെബ്സൈറ്റുകളായാലും ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് പറ്റുന്ന വിലയ്ക്ക് നല്ല വിലക്കുറവിൽ ആവശ്യമായ ഒരു നിങ്ങൾക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു വിലയ്ക്ക് നമ്മൾ വെബ്സൈറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പം വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ടിലോട്ട് പോകാം. ആദ്യം ഡിവ് ക്രിയേറ്റ് ചെയ്യണ കുറച്ച് ഷോർട്ട് കട്ടുകൾ പറഞ്ഞുതരാം, എളുപ്പത്തിൽ ഡിവ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് മെയിനായിട്ട് ആദ്യം ഡിവ് ചെയ്യണത് കണ്ടെയ്നർ. അപ്പോൾ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാൻ കണ്ടെയ്നർ ഞാൻ കൊടുക്കുകയാണ്. നമുക്ക് ഇങ്ങനെ കണ്ടെയ്നർ എന്ന് കൊടുത്ത് നമ്മൾ എൻ്റർ അടിക്കുമ്പം ആ ഡിവ് ക്രിയേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഈ ഡിവ് ഡോട്ട് ക്ലാസ് ഇങ്ങനെ കൊടുത്ത് ഇത്രയും ടൈം നമുക്ക് ലാഭിച്ച്. അതുപോലെ തന്നെ ഒരുപാടധികം കണ്ടെയ്നറിൽ ഒരുപാടധികം ഡിവുകൾ നമുക്ക് ഒരേ സമയം നമുക്ക് എഴുതണം. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ഉപയോഗം വരുന്നുണ്ട്. നമുക്ക് കുറേ സെക്ഷനായിട്ട് എല്ലാ ഡിവും ആദ്യം എഴുതിയിടണം. അങ്ങനെയൊക്കെ ഒരു ആവശ്യം വന്ന് ആ ടൈമിൽ എന്തെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ ഡോട്ട് മെയിൻ പ്ലസ് ഡോട്ട് സെക്ഷൻ പ്ലസ് ഡോട്ട് ഫൂട്ടർ എൻ്റർ അടിക്കുമ്പോൾ ആ ഡിവ് മൂന്നും വന്നേ. അപ്പോൾ നമുക്ക് എത്ര എളുപ്പത്തിലാണ് നമ്മളിപ്പോൾ ഈ ഡിവ് ഇത്രയും ക്രിയേറ്റ് ചെയ്ത്. ഈ രീതിയിൽ നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ ഡിവുകളാണ് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് ഈ ഡിവിൻ്റെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഡിവിനകത്ത് എനിക്കിങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാനായിട്ട് ഒരു H1 വേണം. നമ്മൾ ഈ കൺട്രോൾ പ്രസ് ചെയ്ത് Z അടിച്ചാൽ നമുക്ക് ഇപ്പോൾ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് ഞാൻ Y അടിച്ചാൽ ഞാൻ എഴുതി തിരിച്ച് വരും. അപ്പോൾ ഞാൻ ആപത്തിൽ ഡിലീറ്റ് ആയി പോയി ബാക്ക് സ്പേസ് അടിച്ച് പോവുകയും തിരിച്ച് വരും. അതേപോലെ ഇപ്പോൾ എഴുതി നമുക്കെടുത്ത് കളയണം. ബാക്കിലോട്ട് ഇത് എഴുതിയതിൻ്റെ തൊട്ട് ബാക്കിലോട്ട് പോകണമെന്നുള്ളത് ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ Z അടിച്ചാൽ മതി. നമ്മൾ എഴുതിയതിൻ്റെ തൊട്ട് പിറകിലോട്ട് പോകും. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞതായിട്ടുള്ള നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ H1 P ടാഗ് ഒരു ബട്ടൺ, H1 ടാഗ് H2 ടാഗ് ഒരു P ടാഗ് ഒരു ബട്ടൺ ഒരുമിച്ച് നമുക്ക് ആഡ് ചെയ്യണം. അതെല്ലാം എഴുതുന്നതിന് എളുപ്പം വഴി എന്ന് പറഞ്ഞാൽ പ്ലസ് നമ്മളിങ്ങനെ എടുത്ത് H2 പ്ലസ് P പ്ലസ് ബട്ടൺ എന്നടിച്ച് നമ്മൾ എൻ്റർ അടിക്കുമ്പം അത് മൂന്ന് ഒറ്റ സ്പീഡിനല്ലേ വന്നത്. നമുക്ക് എത്ര എളുപ്പമാണ് നമുക്കപ്പം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ കണ്ടൻറ്റ് എഴുതിയാൽ മതി. ഇതിൻ്റെ അകത്ത് ഇനി എല്ലാം നമ്മൾ H1 അടിച്ച് ഇങ്ങനെ ഓരോന്ന് എൻ്റർ അടിച്ച് ചെയ്യുന്ന എത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഡിവ് ക്രിയേഷൻ ആയാലും H1 ടാഗ് എന്ത് ക്രിയേഷൻ ആയാലും നമുക്കിപ്പോൾ വളരെയധികം ഗുണമാണ് നമ്മൾ ഈ പ്ലസ് അടിച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് എന്ത് കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം പല സെക്ഷൻ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ. നമ്മൾ കണ്ടെയ്നറിന്ന് ഡോട്ട് കണ്ടെയ്നർ അടിച്ചാൽ ഒരു കണ്ടെയ്നർ വരും. ഇതിൻ്റെ അകത്ത് ഞാൻ അടുത്തൊരു കണ്ടെയ്നർ ഇപ്പോൾ 3 കണ്ടെയ്നർ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോട്ട് പ്ലസ് ഇത് ആദ്യം ഡോട്ട് കണ്ടെയ്നർ ഇതും പ്ലസ് ഇതിൻ്റെ കൂടെ അടുത്ത ഇത്ര കണ്ടെയ്നർ നമുക്ക് ഈ ഇപ്പം തന്നെ ഈ കോഡിൽ തന്നെ വരണം എന്നാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ H1 കൂടെ അതുപോലെ H1 ആഡ് ചെയ്യണം പ്ലസ് H2 ആഡ് ചെയ്യണം പ്ലസ് പാരഗ്രാഫ് ടാഗ് ആഡ് ചെയ്യണം പ്ലസ് ഒരു ബട്ടനും കൊടുക്കണം പ്ലസ്. ഇതടിച്ച് എൻ്റർ ചെയ്യുമ്പോൾ ഇത് ഇത്രയും വരെയാണ്. അടുത്ത നമുക്കൊരു യൂസ്ഫുൾ ആയതാണ്. അതൊക്കെ നമുക്ക് ഈ ടേബിൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. നമുക്കിപ്പോൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെങ്ങനെ സാധാരണ രീതിയിൽ നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ അൺനോഡ് ലിസ്റ്റ് ആണെങ്കിൽ അൺനോഡ് ലിസ്റ്റ് എന്ന് കൊടുത്ത് അതിൻ്റെ അകത്ത് എല്ലാം അതിൻ്റെ അകത്താണ് നമ്മളിങ്ങനെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ബട്ടനൊക്കെ നമ്മൾ ക്രിയേറ്റ് നമ്മൾ ഈ ബട്ടണല്ല നമ്മളെല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ആങ്കർ ടാഗിൻ്റെ അകത്താണ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ CSS വെച്ച് ആങ്കർ ടാഗിന് വിഡ്ത്ത് അല്ലെങ്കിൽ പാഡിങ് കൊടുത്ത് അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് കളറും കണ്ടൻറ്റൊക്കെ കൊടുത്താണ് നമ്മൾ ബട്ടൺ ഉണ്ടാക്കുന്നത്. എന്നാൽ ആങ്കർ ടാഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് പോകാൻ. ഈ ബട്ടൺ അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യുന്നില്ല, എന്നാലും ഞാനങ്ങനെ ചിലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. അല്ലാതെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ആങ്കർ ടാഗിലാണ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആങ്കർ ടാഗ് കൊടുക്കണം. ഞാനിങ്ങനെ ആങ്കർ ടാഗ് കൊടുത്തു. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇത്രയും ടൈപ്പ് ചെയ്താണ് നമുക്ക് എടുത്ത്. ഇത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ UL LI അതുപോലെ തന്നെ A കൊടുത്ത് എൻ്റർ അടിക്കുമ്പം
ഒറ്റ സ്പീഡിനല്ലേ നമുക്ക് ഇതെല്ലാം വന്നത്. അപ്പോൾ ഈ ടൈപ്പിൽ നമുക്ക് ഇതിപ്പോൾ എന്ത് നമുക്ക് ഇപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഞാൻ ഓരോന്നിനും ചെയ്ത് കാണിക്കുന്ന ഈ മെത്തേഡ് നിങ്ങൾക്ക് പലയിടത്തും ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് ഒന്നിൻ്റെ അകത്ത് ഒന്ന് വരില്ല. ഇപ്പോൾ H1ൻ്റെ അകത്ത് H2 വന്ന് H2ൻ്റെ അകത്ത് P വരണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഞാൻ അങ്ങനെ അതിൻ്റെ ആവശ്യം അങ്ങനെ വരാറില്ല. H1ൻ്റെ അകത്ത് നമ്മൾ H2 കൊടുക്കുക, H1ൻ്റെ അകത്ത് സ്പാൻ കൊടുക്കാം. അപ്പോൾ H1ൻ്റെ അകത്ത് സ്പാൻ കൊടുത്ത് എൻ്റർ അടിച്ചാൽ H1ൻ്റെ അകത്ത് സ്പാൻ വരും. അപ്പോൾ ഇതൊക്കെ എന്ത് എളുപ്പമാണ് നമുക്ക് ഒറ്റ സ്പീഡിന് ഇത് H1 ഈ മോർ ദാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് മോർ ദാൻ നമ്മൾ പറയണത്, നമ്മൾ ഈ സാധനത്തിന് മോർ ദാൻ എന്നാണ് നമ്മൾ പറയണത്. അപ്പോൾ അത് കൊടുക്കുക പറഞ്ഞാൽ H1ൻ്റെ അകത്ത് സ്പാൻ വരണം, മറ്റേത് H1 കഴിഞ്ഞ് സ്പാൻ വരണം. ആ രീതിയാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കരധികം ഗുണമാണ് നമുക്ക് ഇത് കൊണ്ടുള്ള ഉപയോഗം. അതുപോലെ തന്നെ ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ അപ്പം ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഇത് പറഞ്ഞാൽ നമ്മൾ ഒന്നിൻ്റെ അകത്ത് കൊടുക്കാം. ഇനി അടുത്തതിൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ടേബിൾ ക്രിയേറ്റ് എങ്ങനെയാണ് അത് എല്ലാവർക്കും ഞാൻ പഠിപ്പിച്ച് തന്നിരുന്നു. ടേബിള് അതിൻ്റെ അകത്ത് ഒരു ട്രേ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് ഇത് കൊടുക്കണം, TD കൊടുക്കണം. എൻ്റർ അടിക്കുമ്പം അതിൻ്റെ അകത്താണ് വന്നത്. അതേസമയം ടേബിൾ പ്ലസ് TR പ്ലസ് TD എന്ന് വിളിച്ച് എൻ്റർ അടിച്ചാൽ ഇതെല്ലാം ഓരോന്ന് പുറത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തമ്മിൽ വ്യത്യാസം പണ്ട് എനിക്ക് മനസ്സിലാകാതെ പോയി വലിയൊരു വ്യത്യാസം വരുന്നത്. ഇതിൻ്റെ അകത്തും പുറത്തും എങ്ങനെ വരുന്നത് കൊടുക്കുന്നതിന്. അപ്പോൾ ഇത് ഇപ്പോൾ അകത്തും പുറത്തും എങ്ങനെ വരുന്നതെന്ന് പ്ലസ് കൊടുക്കുമ്പം അതിൻ്റെ അടുത്തടുത്തായിട്ട് പറഞ്ഞത്, അതിൻ്റെ അകത്ത് മോർ ദാൻ കൊടുക്കുമ്പം അതിൻ്റെ അകത്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലിസ്റ്റ് ഇതും ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കെങ്ങനെ 3 ലിസ്റ്റ് വേണമെന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ്. ഇപ്പം അത് ഞാൻ ഇപ്പോൾ ചെയ്ത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. അൺനോൺഡ് ലിസ്റ്റ് LI ഇൻറ്റു 4 അടിച്ച് എൻ്റർ അടിച്ചാൽ അപ്പം 4 ഇപ്പോൾ ഹോം, കോണ്ടാക്റ്റ്, എബൌട്ട്, സർവീസ് നമ്മൾ ഇത്രയും കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്ത് LI ഉണ്ടാക്കുന്ന ടൈമിൻ്റെ അകത്ത് നമുക്കിങ്ങനെ ചെയ്തുകൂടെ? അതാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത്. അതെന്ന് പറഞ്ഞാൽ ULൻ്റെ അകത്ത് ഇപ്പം ഇങ്ങനെ ഇവിടെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ULൻ്റെ അകത്ത് LIൻ്റെ അകത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കും? ഇൻറ്റു, ഇത് ഇൻറ്റു ആണ് കേട്ടോ, നമ്മൾ സ്റ്റാർ ബട്ടൺ എന്ന് പറഞ്ഞെങ്കിൽ ഇൻറ്റു LI 4 എണ്ണം വേണം. അതാണ് ഇവിടെ പറയണത്. നമുക്കിപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ലിസ്റ്റിലാണ് നമുക്ക് ഉപയോഗം. ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റിൻ്റെ അകത്താണ് നമ്മൾ കൂടുതലും, ഞാൻ ലിസ്റ്റ് എന്ന് പ്രധാനപ്പെട്ടതെന്ന് ഞാൻ HTML പറഞ്ഞായിരുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ നാവ് ബാർ, ഇവിടുത്തെ ഈ ബാറിൻ്റെ അകത്ത് ഹോം, കോണ്ടാക്റ്റ്, സർവീസ് കൊടുക്കുന്നത്, ലോഗോ ഇപ്പുറത്തും ഈ ലിസ്റ്റ് ഇപ്പുറത്തായിട്ട് കൊടുക്കുന്നത് ഈ ലിസ്റ്റ് ഉപയോഗിച്ചാണ്. അപ്പം അതിന് വളരെ യൂസ്ഫുൾ ആണ്. ഇതിപ്പോൾ നമ്മൾ എത്ര നമ്പർ കൊടുത്താലും അത്രയും നമ്പറുള്ള ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കി തരും. ഈ ലിസ്റ്റ് ഇപ്പോൾ നമുക്ക് വേണ്ട റിവേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ Ctrl+Z അടിച്ചാൽ മതി. ആ പഴയ രീതിയിൽ വന്നാണ്ട വീണ്ടും തിരിച്ചു കൊണ്ടാണ് നമ്മൾ Ctrl+Y അടിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇനി അടുത്തത് നമുക്കിപ്പോൾ ഞാൻ അത്രയും പരിചയപ്പെടുത്തി. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് 4 LI ആണ് നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചത്. ഇതേപോലത്തെ ഈ ലിസ്റ്റും ഇതേപോലെ താഴെ ഇതേപോലത്തെ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബ്രാക്കറ്റ് ഇട്ട് അതിൻ്റെ അകത്ത് ULൻ്റെ അകത്ത് LI ഇൻറ്റു 4 കൊടുത്ത് അതിൻ്റെ അകത്ത് നമ്മൾ ഇൻറ്റു, ഞാനിപ്പോൾ എത്ര കൊടുക്കാം? 2 കൊടുക്കാം. എൻ്റർ അടിച്ചാൽ വേണ്ട ഇതേപോലെ വന്നാണ്ട ഒരു അൺഓർഡർ ലിസ്റ്റും കൊണ്ടുവന്ന് അതൊരു ഇൻറ്റു 2 കൊടുത്തപ്പോൾ 2 ഇതേ രീതിയിലുള്ള ഇത്രയും അൺഓർഡർ ലിസ്റ്റിലുള്ള 4 LI ഉള്ള ഒരു ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് 2 ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ റിവേഴ്സ് പോയാൽ അൺഓർഡർ ലിസ്റ്റിൻ്റെ അകത്ത് ഒരു LI വേണം. ആ LI ഇൻറ്റു 4 എണ്ണം വേണം. LI നമുക്ക് ഇൻറ്റു നിങ്ങൾ കൂട്ടണം, LI ഇൻറ്റു നിങ്ങൾ ഗുണിക്കും, വേണ്ട. LIൻ്റെ അകത്ത് 4 ലിസ്റ്റ് നമുക്ക് വേണം. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ അകത്തിട്ട് അതുപോലെ 2 എണ്ണം വേണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി അടുത്തത് ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ടേബിളിൻ്റെ അകത്ത് ഉപയോഗിക്കാം, എന്തിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കാം. ഈ പ്ലസ്സും ഈ മോർ ദാനും നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോ, ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഡിവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഓരോ ഡിവും അടിച്ചടിച്ച് നല്ല ടൈം എടുക്കുന്ന ഇതാണ്. ഒരു വെബ്സൈറ്റൊക്കെ നമുക്ക് വേഗം ഡിസൈൻ ചെയ്യണം, നമ്മുടെ സമയം കുറച്ച് നമുക്ക് വേഗം ഡിസൈൻ ചെയ്ത് ക്ലയൻറ്റിനൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഷോർട്ട് കട്ടുകൾ മെയിനായിട്ട് നമ്മൾ എത്ര HTML പഠിച്ചാലും നമ്മൾ കോഡിങ്ങിൻ്റെ സ്പീഡ് കൂടുതലാണ് നമുക്ക് മെയിനായിട്ടുള്ള കാര്യം. അതാണ് നമുക്ക് ഒരു ഡെവലപ്പറുടെ ഒരു ക്വാളിറ്റി അതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമ്മളിപ്പം LIയും ക്രിയേറ്റ് ചെയ്തത് ഞാൻ എഴുതി പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല.
അപ്പം ഞാൻ ടേബിള് അതിൻ്റെ അകത്തൊരു ട്രേ ഓപ്പൺ ചെയ്ത് CD കൊടുത്ത്, അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് +ULLI കൊടുത്താൽ ഇവിടെ ടേബിളും ക്രിയേറ്റ് ചെയ്യും, ലിസ്റ്റും ക്രിയേറ്റ് ആവും. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് അതിന് ടേബിൾ കൊടുത്ത് ആ ടേബിളും ഉണ്ടാക്കണം, അതേസമയം ഒരു ലിസ്റ്റും ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ H1 കൊടുത്ത് അത് H1 ആകുമ്പോൾ എളുപ്പത്തിൽ ഇത് ക്രിയേറ്റ് ചെയ്യാം. ഈ ലോജിക്കാണ് നിങ്ങൾ ഇനി ഈ കോഡിങ് വർക്കാക്കാനുള്ളത്. ഇതേ ലോജിക്ക് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് LIക്ക് പകരം അവിടെ വേറെ എന്തും കൊടുക്കാം. ആ വർക്കാണ് രീതി അതായിരിക്കും. മോർ ദാൻ്റെ ആ രീതിയിൽ അകത്തകത്തേ വരുള്ളൂ, പ്ലസ് ഇട്ടുപോയാൽ അടുത്തടുത്തതിലേ വരുള്ളൂ. ഈ ബ്രാക്കറ്റിൻ്റെ അകത്താണെങ്കിൽ അത് 2 എണ്ണം കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് ഉണ്ടാക്കി ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ലിസ്റ്റും കൊണ്ടുവരാം. അതാണ് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ നമ്മളിപ്പം ഇവിടെ അപ്പം ഇതിൻ്റെ അകത്തെല്ലാം ഒരേ സമയം എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യണം. അപ്പം നമ്മൾ ഓരോന്ന് ഇങ്ങനെ എഴുതി അടുത്തേലും വന്ന് നമ്മൾ എഴുതിയാണ് നമ്മൾ പോണത്. അത് നമുക്ക് എളുപ്പമാക്കാനായിട്ട് ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ സെലക്ട് ചെയ്യണം. ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് Ctrl+Shift+നെക്കി ക്ലിക്ക് ചെയ്യുമ്പം ആ ഭാഗം സെലക്ട് ആവും. എന്ന് പറഞ്ഞാൽ ഇനി നമ്മളിവിടെ എന്തായാലും ഹായ് എന്ന് എഴുതിയാൽ ഹായ് എല്ലായിടത്തും വരും. ഇപ്പോൾ ഒരേ സമയം നമ്മൾ പലതിലും മാറ്റം വരുത്താനാണ്. അതുപോലെ തന്നെ മറിച്ച് ഇത് ഒരേ ഇതിലുള്ള, അപ്പോൾ ഇത്ര നമുക്ക് കമൻറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ വരുമ്പം കമൻറ്റിങ് ഇത് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ജാവാസ്ക്രിപ്റ്റിലായാലും CSSലായാലും ഉപയോഗിക്കാൻ പറ്റും. നമുക്കിപ്പം അടുത്ത ഞാൻ പരിചയപ്പെടുത്തരാം. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞത് നമ്മളിത് ആദ്യം ഇങ്ങനെ സെലക്ട് ചെയ്യണം. മൗസ് കൊണ്ട് ഇത്ര ഇങ്ങനെ സെലക്ട് ചെയ്ത് Ctrl എടുത്ത് Shift ഞെക്കിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് വിടുക, അല്ലെങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയും ഭാഗം സെലക്ട് ചെയ്യും. ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കോഡിങ് ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഇത് നിങ്ങൾ കോഡിങ്ങിൻ്റെ HTML പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഷോർട്ട് കട്ടുകൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചോണം. അതാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്ത് ഈ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചത്. ഇനി അടുത്തത്, ഇപ്പോൾ ഒരേ സമയം പല ഭാഗങ്ങളും സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഓൾട്ടിൽ ഞെക്കി പിടിച്ച് സെലക്ട് ചെയ്യേണ്ട ഭാഗം ക്ലിക്ക് ചെയ്യുക, അടുത്ത് സെലക്ട് ചെയ്യേണ്ട ഭാഗം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആവശ്യമുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. എന്നാൽ ഓൾട്ടിൽ ഞെക്കി പിടിച്ച് മൗസ് കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഭാഗം നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാം. നമ്മളിപ്പം ഹായ് ഇനി ആ ഓൾട്ടിൽ നിന്ന് കൈവിട്ടതിന് ശേഷം നമ്മൾ ഹായ് എന്ന് എഴുതണം. അത് മറ്റേ അപ്പുറത്ത് തന്നെ ഓൾട്ടിൽ ഷിഫ്റ്റ് ഞെക്കി അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കൈവിടണം. കൈ വിട്ടിട്ട് നമ്മൾ എഴുതാവും. നമ്മളിപ്പോൾ എന്തെഴുതിയാലും അത് എല്ലായിടത്തും വരും. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ സമയം പലയിടത്തും ഒരേ ക്ലാസ് എഴുതാൻ അങ്ങനെ എഴുതാൻ നമുക്ക് വരും. ഇപ്പം ഞാൻ ക്ലാസ് അസൈൻ എന്ന് പറഞ്ഞപ്പോൾ ഹായ് എന്ന്, അപ്പോൾ ഈ ക്ലാസ് അപ്പം ഈ 4 ഇതേ ക്ലാസ് തന്നെ വരുന്നുണ്ട്. നമുക്ക് എത്ര എളുപ്പത്തിന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും പോയി നമ്മൾ എഴുതിയിട്ട് നമ്മൾ സമയം പോകില്ലേ. അപ്പോൾ അതിനിത് ഭയങ്കര എളുപ്പമല്ലേ. എന്താണ് ഈ ഷോർട്ട് കട്ട്, ഇത് മെയിനായിട്ട് ഭയങ്കര യൂസ്ഫുള്ളായ കാര്യമാണ്. ഏറ്റവും നമ്മളിത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തൊന്ന് കൊണ്ടുവച്ച് അതിൽ ഓൾട്ടിൽ നിന്ന് വെക്കാതെ ഒന്ന് വേറെ സ്ഥലത്തൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ഇതിൻ്റെ മെയിൻ യൂസാണ്. അപ്പോൾ ഇത്രയുള്ള ഏകദേശമുള്ള ഷോർട്ട് കട്ടുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. HTML കമൻറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ലെസ് ദാൻ, ഇത് മോർ ദാൻ, ജാവാസ്ക്രിപ്റ്റിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞുതരും. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഇന്ന നമ്പർ ലെസ് ദാൻ 10 താഴെയാണ് ഈ നമ്പരെങ്കിൽ ഈ കോഡ് വർക്ക് ചെയ്യേണ്ട, അത് ഇഫ് വെച്ച് നമ്മൾ ചെയ്യും. അപ്പോൾ ആ ടൈപ്പൊക്കെ ചെയ്യാൻ നമുക്ക് ലെസ് ദാൻ മോർ ദാൻ ഭയങ്കര ആവശ്യമാണ്. ഇപ്പം ലെസ് ദാൻ ഈ അണ്ടർസ്കോർ അല്ല ലെസ് ദാൻ മൈനസ് എക്സ്പ്ലനേഷൻ മാർക്ക് മൈനസ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇതാണ് നമ്മളിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് ഇനി എന്തൊരു, ഇപ്പം ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല, നമുക്കിവിടെ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് 8 അല്ല, നമുക്ക് ഇത് ഇവിടെ ഇപ്പം എന്തെങ്കിലും കൊടുക്കാം, കോണ്ടാക്റ്റ് ഫോം എന്ന് കൊടുക്കാം. കോണ്ടാക്റ്റ് ഫോം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കോഡ് എഴുതി പോകുമ്പം നമ്മളല്ലെങ്കിൽ എല്ലാം ഒരു 10-200 വരിയുള്ള കോഡ് എഴുതിയിട്ട് നമുക്കിപ്പോൾ കോണ്ടാക്റ്റ് ഫോം എവിടെ തൊട്ട് എവിടം വരെ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോണ്ടാക്റ്റ് ഫോം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ഫോം എൻ്റെന്ന് കൊടുത്താൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടം തൊട്ട് ഇവിടം വരെ കോണ്ടാക്റ്റ് ഫോമിൽ നമ്മൾ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഞാൻ വേറെ എടുത്തിട്ടാണ് എന്താണ് ഇവിടെ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് കോഡ് കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൽ ഞെക്കി നമുക്കിങ്ങനെ കോഡ് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നു. നമുക്കിപ്പം ഇതിൽ ഇനി നമ്മൾ അതേ സമയത്ത് ഇതുപോലെ തന്നെ ഇതിൽ ഞെക്കി വീണ്ടും നമ്മൾ അടിക്കുമ്പം ഇത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. HTMLൻ്റെ അകത്താണെങ്കിൽ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ അങ്ങനെ പ്ലേ ഫങ്ഷൻ
ഇപ്പോൾ പ്ലേ ഫംഗ്ഷൻ കൊടുത്താൽ ഇവിടെ പ്ലേ ഫംഗ്ഷൻ വർക്കാവും. അതുപോലെ തന്നെ ഒറ്റ ലൈൻ കോഡ് കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ആ ഫീച്ചർ ഇല്ല. നമുക്ക് ഒരു വഴി കോഡ് ഇപ്പം കൺസോൾ .log എന്ന് പറഞ്ഞ് പിന്നെ എന്തെങ്കിലും എഴുതി ഈ കോഡ് അപ്പോൾ ഈ ഒരു കോഡ് മാത്രം കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ട് ഇത് കൊടുത്ത് ഇവിടെ നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് താഴത്തെ കോഡൊന്നും വർക്കാവില്ല. പിന്നെ ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് എളുപ്പ വഴി ഇതിപ്പോൾ ഇത്തിരി റിസ്ക് കൊടുക്കണം. എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലൈനിലെ കോഡ് മാത്രം കമൻറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ സ്ലാഷ് ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒത്തിരി ആദ്യം മനസ്സിലായി 2-3 വട്ടം നിങ്ങൾ കേട്ടാൽ മതി. കമൻറ്റ് ബോക്സിൽ സംശയം ചോദിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വെബ്സൈറ്റ് ഡിസൈനിങ് ആയിട്ട് ആവശ്യപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഫ്യൂച്ചർ ബീറ്റ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. futurebeats.1 എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ID. അതിൽ നിങ്ങൾ കയറി സെർച്ച് ചെയ്ത് അതിൻ്റെ അകത്ത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് പറ്റുന്ന വിലയ്ക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്ത് തന്നോളാം. താങ്ക് യു.